ദേശീയപാത വികസനം വന്നപ്പോൾ വാഹനയാത്രികർക്ക് പരിചയമുള്ള കടകളിൽ നിന്ന് സാധനം വാങ്ങുക ബുദ്ധിമുട്ടായി. അതുകൊണ്ട് തന്നെ കരിവള്ളൂർ സഹകരണ ബാങ്കിന്റെ കീഴിലുള്ള ഇക്കോ ഷോപ്പിൽ നിന്ന് കയറിൽ കെട്ടി സഞ്ചിയിൽ പച്ചക്കറി വാങ്ങിക്കുന്ന കാഴ്ച ഏവർക്കും കൗതുകമായി. കണ്ണൂരിൽ നിന്ന് ദേശീയപാത വഴി കാസർഗോഡേക്ക് പാർസൽ സർവീസ് മിനി ലോറിയുമായി പോകുന്ന മനോജും ബൈജുവും കരിവള്ളൂർ ടൗണിലെ സർവീസ് ബാങ്കിന് കീഴിലെ ഇക്കോ ഷോപ്പിന് മുന്നിലെത്തിയാൽ എപ്പോഴും വാഹനം നിർത്തും. രണ്ടുപേരുടെയും വീട്ടിലേക്ക് ആവശ്യമായ പച്ചക്കറികൾ സ്ഥിരമായി വാങ്ങുന്നത് കർഷകരിൽ നിന്ന് നേരിട്ട് ഉൽപ്പന്നങ്ങൾ വാങ്ങി വിൽപ്പന നടത്തുന്ന ഇക്കോ ഷോപ്പിൽ നിന്നാണ്. വർഷങ്ങളായി ഇതാണ് ഇവരുടെ ശീലം. എന്നാൽ ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി അടിപ്പാതയ്ക്ക് മുകളിലൂടെ വാഹനങ്ങൾ കടത്തിവിടാൻ തുടങ്ങിയതോടെ രണ്ടുപേരുടെയും പച്ചക്കറി വാങ്ങൽ മുടങ്ങി. പടിഞ്ഞാറ് ഭാഗത്തെ സർവീസ് റോഡരികിലുള്ള ഇക്കോ ഷോപ്പ് 10 മീറ്റർ ഉയരത്തിലൂടെ പോകുന്ന പുതിയ റോഡിൽ നിന്ന് കാണുമെന്നല്ലാതെ ഷോപ്പിലേക്കെത്താൻ വഴിയില്ല. സർവീസ് റോഡിലൂടെ പോകണമെങ്കിൽ 1 കിലോമീറ്റർ അകലിൽ നിന്നും വഴിമാറണം. ശുദ്ധമായ പച്ചക്കറി ലഭിക്കുന്ന ഇക്കോ ഷോപ്പിനെ കൈവിടാനും മനസ്സനുവദിക്കുന്നില്ല. രണ്ടുപേരും ആലോചിച്ചപ്പോൾ കിട്ടിയ പോംവഴിയാണ് കൗതുക കാഴ്ചയായി മാറിയത്. പച്ചക്കറി ആവശ്യമുള്ളപ്പോൾ പുതിയ റോഡരികിൽ വാഹനം നിർത്തും. കയറിൽ കെട്ടിയ ബാഗ് താഴേക്ക് ഇറക്കി കൊടുക്കും. ഇക്കോ ഷോപ്പിലെ ജീവനക്കാരി അജിത ബാഗിൽ ആവശ്യമായ പച്ചക്കറി വെച്ചു കൊടുക്കും. പച്ചക്കറി അടങ്ങിയ ബാഗ് വലിച്ചു കയറ്റുമ്പോൾ വികസനം സാധാരണക്കാരെ ഇങ്ങനെയും ബുദ്ധിമുട്ടിക്കുമെന്ന് പറയാതെ പറയുകയാണ് മനോജും ബൈജുവും. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ.